ഇവിടെ പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പിൽ നുണപ്രചാര വേലകളും അപവാദങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി 2 വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. പോലീസിന് ഒന്നും കണ്ടെടുക്കാൻ പറ്റിയില്ല. ഒരു വ്യാജ പരാതി ഏതെങ്കിലും കോടതി ലഭിക്കുമ്പോൾ ഉടനെ ഇലക്ഷൻ കമ്മീഷൻ അതിലിടപെടുക, അർദ്ധരാത്രിയിൽ പോലീസ് പോയി വീട് റെയ്ഡ് ചെയ്യുക. ഇതൊന്നും ഒരു സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാത്ത കാഴ്ചകളാണ്. ഇങ്ങനെ ആർക്കും വേണമെങ്കിൽ ആരെക്കുറിച്ചും പരാതികൾ കൊടുക്കാം. ഏത് വീട്ടിലും രാത്രിയിൽ പോലീസിന് കയറി പരിശോധിക്കാം. ഇത് പയ്യന്നൂരിലെ വോട്ടർമാരെ, പ്രബുദ്ധരായ ജനതയെ അവഹേളിക്കുന്നൊരു സമീപനമാണ്. നുണപ്രചരണവും അപവാദവും മാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുന്നത് ഒരിക്കലും ഒരു സംശുദ്ധമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിന് ഗുണകരമായ കാര്യമല്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടെ പോലീസ് റെയ്ഡ് നടത്തിയിട്ട് എന്താണ് അവർക്ക് കിട്ടിയത്? ഇടതുപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ ജയിക്കാൻ ഒരു തെറ്റായ രീതിയും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ശക്തമായ അടിത്തറ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ കേട്ടവാദി കേൾക്കാത്ത വാദി ഇത്തരത്തിൽ പോലീസ് എടുത്തിയാടി നിലപാട് സ്വീകരിക്കുന്നത് ഗുണകരമല്ല. ആദ്യം അതിൻ്റെ വസ്തുതയെക്കുറിച്ചൊരു പ്രാഥമികമായ പരിശോധന നടത്തണം. അത് നടത്താതെ ഇങ്ങനെ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സമീപനമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളും പോലീസും സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള കടുത്ത പ്രതിഷേധം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന കാര്യം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണമെന്ന കാര്യം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഇത്തരത്തിൽ വ്യാജ കാർഡ് ഉണ്ടാക്കുന്നുവെന്ന് AICCയുടെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു. ഞങ്ങൾ ഈ പയ്യന്നൂരിലെ മാധ്യമപ്രവർത്തകരെ മുഴുവൻ ആ ഓഫീസിലേക്ക് ക്ഷണിച്ചു വരുത്തി. ഓഫീസിൻ്റെ ഓരോ മുറിയും പരിശോധിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഓഫീസിൻ്റെ നേരെ ഒന്ന് പറഞ്ഞു, അത് കള്ളക്കഥയാണെന്ന് പൊളിഞ്ഞപ്പോൾ ഇവിടെ പാർട്ടി പ്രവർത്തകരുടെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ വീട് പറഞ്ഞ് പരാതി കൊടുത്ത് അവിടെ റെയ്ഡ് ചെയ്യിക്കുകയാണ്. ഇത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിന് മുന്നിലൊന്നും ഈ പയ്യന്നൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ തെറ്റിദ്ധരിക്കപ്പെടാൻ പോകുന്നില്ല. ഇത് നുണപ്രചരണമാണ് എന്ന് ഈ പോലീസ് റെയ്ഡിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെയും പോലീസിനോടും പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ആരെങ്കിലും ഒരു ഫോൺ വിളിച്ചോ ഒരു മെയിൽ ചെയ്തോ ഒരു പരാതി കിട്ടുമ്പോൾ ഉടനെ ഇറങ്ങി പുറപ്പെടുന്നത് അതൊരു ശരിയായ നിലപാടാണോ? ഇങ്ങനെയാണെങ്കിൽ തിരിച്ചും ആർക്ക് നേരെയും പരാതികൾ വരാമല്ലോ. അങ്ങനെ പരാതി കൊടുത്ത് വീട് അർദ്ധരാത്രി പോയി കടന്നു ഇറങ്ങുന്നവരെ തട്ടി വിളിച്ച് പരിശോധിക്കുന്ന രീതി എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഈ നുണപ്രചരണങ്ങൾ ഇവിടെ വിലപ്പോവില്ല. അതിനോട് ഞങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ കള്ളപ്രചാര വേലകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന പൂർണ്ണ വിശ്വാസം. പയ്യന്നൂരിലെ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഭൂരിപക്ഷം ഞങ്ങളുടെ തൊട്ടടുത്ത എതിരാളിയേക്കാൾ 10,000 വോട്ട് അധികമാണ്. എതിരാളിക്ക് 40,000 വോട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷം 50,000 ഒരുപക്ഷെ നെക്ക് സീറ്റിലാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആരോപണമായിട്ടെങ്കിലും വരാം. ഞങ്ങൾക്ക് എതിരാളിയേക്കാൾ 10,000 വോട്ട്, കിട്ടിയ വോട്ടിനേക്കാൾ 10,000 ഭൂരിപക്ഷം തന്നെ കിട്ടുന്നു. 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എടുത്ത് ഈ ഒരു കാർഡ് നടത്തുമെന്ന് പറയുന്നത് സാമാന്യമായിട്ട് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തെറ്റായ പ്രചരണമാണ്. ഇതിലൊരു വസ്തുതയില്ല. ഇതിനകത്ത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ്. ജനങ്ങൾ ഇതിന് ബാലറ്റിലൂടെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല.